ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി മാങ്ങാക്കറി, അതായത് മാങ്ങ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച കറി. അത് ഞാനുണ്ടാക്കിയത് നിങ്ങളെ ഒന്ന് കാണിക്കുന്നതാണ്. അതിനായിട്ട് 2 പുളിയില്ലാത്ത മാങ്ങ, അധികം പുളിയില്ലാത്ത മാങ്ങ ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു സവാള, കുറച്ച് ചുമന്നുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. അതിൽ പച്ചമുളക് ഒഴിച്ച് ബാക്കിയെല്ലാം ഇപ്പം ഞാൻ ചട്ടിയിലിട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ വെളിച്ചെണ്ണ, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിരുമിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. 3 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണിന് ചൊറുക്ക, അതായത് വിനാഗിരി, അതുകൂടി ചേർത്ത് മാറ്റി വയ്ക്കുക. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 തേങ്ങ ഫുള്ളും 1.5 തേങ്ങയുടെ പാലാണ്. ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ആദ്യത്തെ പാല് കട്ടിപ്പാൽ, രണ്ടാമത്തേത്, മൂന്നാമത്തേത്. അപ്പോൾ മൂന്നാമത്തെ പാലിലാണ് ഇപ്പോൾ മാങ്ങ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചേക്കുന്നത്. അത് അത്യാവശ്യം വെന്ത് വന്നു കഴിയുമ്പോൾ രണ്ടാമത്തെ പാൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പൊക്കെ നോക്കി കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം മൂന്നാമത്തെ പാൽ ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അധികം തിളപ്പിക്കാതെ ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോവും. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണയിൽ നമുക്ക് കടുക് താളിച്ചിടാം. വെളിച്ചെണ്ണ കടുകിട്ട് കൊടുത്ത് ഉള്ളി, മുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ മാങ്ങാക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്താൽ നല്ലതായിരിക്കും. അപ്പോൾ മാങ്ങാക്കറി റെഡി.